ഹായ് ഫ്രണ്ട്സ്, മാധുരം കിച്ചൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ്. നമ്മൾ നോർമലായിട്ട് അരിപ്പൊടിയോ ചൂടുവെള്ളം ഒഴിക്കുകയോ കുഴയ്ക്കുകയോ ഒന്നും തന്നെ ഇതിനാവശ്യമില്ല. ഇവരും എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ സാധാരണ പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 4 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഞാനത് സ്മാഷർ ഉപയോഗിച്ചാണ് സ്മാഷ് ചെയ്തത്. നമ്മൾ മിക്സിയിലൊന്ന് ഇട്ട് കറക്കിയെടുത്താലും കുഴപ്പമില്ല. കട്ടകൾ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതാ നോക്കൂ, ഞാൻ പഴമെല്ലാം നല്ലപോലെ സ്മാഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി, കുറച്ച് ഗോതമ്പ് പൊടി, ഇതിൻ്റെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ട് നോക്കണേ. കുറച്ച് ശർക്കരപ്പൊടി, തേങ്ങ ചിരകിയത്, ഏലക്കാപ്പൊടി, വളരെ കുറച്ച് ഉപ്പ്, ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണേ, കുറച്ച് നെയ്യ്. നെയ്യ് നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതെല്ലാം തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എഗെയിൻ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. അത് സെറ്റാക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതാ എല്ലാം തന്നെ അതിൽ ശർക്കരയുടെ ചെറിയ ചെറിയ പീസ് ഉണ്ട്. നമ്മൾ ആവിയിൽ വയ്ക്കുമ്പോൾ അത് ഉരുകി സെറ്റായിക്കോളും. ഇനി നോർമലി നമ്മൾ എപ്പോഴും അട ഉണ്ടാക്കുന്ന പോലെ ഒരു ഇല എടുത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി അതിന് നമ്മൾ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ചുള്ള മാവ് എടുത്ത് നമുക്കതിലേക്ക് പരത്തി കൊടുക്കാം. ഈ അടയിൽ നമുക്ക് നേന്ത്രപ്പഴം വേണമെങ്കിലും നമുക്കിത് ആഡ് ചെയ്യാവുന്നതാണ്. അതും ഇതുപോലെ തന്നെ നല്ലപോലെ സ്മാഷ് ചെയ്തെടുക്കണം. അത് നമ്മൾ സ്മാഷർ കൊണ്ട് ചെയ്താൽ ആവില്ല. അതുകൊണ്ട് നമ്മൾ മിക്സിയിൽ തന്നെ അഴിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി എല്ലാം തന്നെ നമുക്കിത് ആവിയിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം. നേന്ത്രപ്പഴം കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇതുപോലെ ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർ ടേസ്റ്റി ആയിട്ട് കഴിച്ചോളും. എല്ലാവരും ഈ അടയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.